ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങളെ അയൽവാസി അയാളുടെ വീട്ടിലെ വെളിച്ചം നിങ്ങൾക്ക് കാഫിറാണെങ്കിൽ അത് നിങ്ങൾക്ക് ഹറാമാണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അതേപോലെ തന്നെ അത് ഞാൻ വേണമെങ്കിൽ പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഖുർആനിൽ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ അയൽവാസികൾ കാഫിറാണെങ്കിൽ അവരോട് പരുഷമായിട്ട് പെരുമാറണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടുക്കലേക്ക് ഒരു സ്വഹാബി കടന്നു വരുന്നുണ്ട്. ആ സ്വഹാബി ചോദിക്കുന്നുണ്ട്, ഔസിനി യാ റസൂലല്ലാഹ്, എനിക്ക് ഉപദേശം തരൂ. പ്രവാചകർ പറയുന്നുണ്ട്, ലാ തഅലബ് വലക്കൽ ജന്ന. വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ പ്രവാചകർ അത് മാത്രമാണ് പറയുന്നത്, ലാ തഅലബ് വലക്കൽ ജന്ന. നീ ആരോടും ദേഷ്യം കാണിക്കരുത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുള്ളതും പരിശുദ്ധ പ്രവാചകർ പഠിപ്പിക്കുന്നുള്ളതും അത് തന്നെയാണ്. നിന്റെ അയൽവാസി അമുസ്ലിം ആണെങ്കിൽ പോലും അവൻ വിശന്നിരിക്കുന്ന സമയത്ത് ഒരിക്കലും നീ വയറ് നിറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ അവസാനിപ്പിക്കുന്നില്ല. അങ്ങനെ വയറ് നിറച്ചവൻ അവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകന്റെ അധ്യാപനം അവിടെ അവസാനിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നതില്ലേ, ഇത് മദ്രസയിലെ 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പാഠമാണ്. ഇതിൽ പറയുന്നുള്ളത്, നിങ്ങൾ അമുസ്ലിങ്ങളായ ആളുകളെ കളിയാക്കരുത്, അവരെ പരിഹസിക്കരുത്, അവരുടെ ദൈവങ്ങളെ കുറ്റപ്പെടുത്തരുത്, അവരുടെ ആരാധനകളെ കളിയാക്കുകയോ പരിഹസിക്കുകയോ വിമർശിക്കുകയോ ചെയ്യരുത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളതും ഓരോ കുട്ടിയും പഠിക്കുന്നുള്ളതും. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്?